സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശി ജിജിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ. ഉന്മേഷ സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം, മരണാനന്തര അവയവദാനത്തിന്റെ മാതൃക തീർക്കുകയാണ്. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ജിജിനും സുഹൃത്തും കഴിഞ്ഞ ദിവസം ബൈക്കിൽ പോകുമ്പോൾ പിറകിൽ കാർ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. പിന്നീട് കേസെടുത്ത അധികൃതർ അടക്കം ഇവരുടെ ബന്ധുക്കളുമായി, ജിജിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടുകയും അവയവദാനത്തിന് സമ്മതം മൂളുകയുമായിരുന്നു. അങ്ങനെ ഇന്ന് ഈ വിവിധ ആശുപത്രികളിലായി ഈ അവയവദാനം ശസ്ത്രക്രിയ നടക്കും. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് കേസോട്ടോ അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. അതിൽ ഹൃദയം, കരൾ, 2 വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. അതിൽ ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും, അതുപോലെ തന്നെ ഹൃദയം, കരൾ, വൃക്ക എന്നിവ കിംസ് ആശുപത്രിയിലേക്കും, മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും, കോർണിയ കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അറിയുന്നത്. അതിൽ കുടുംബമടക്കം പ്രതികരിക്കുന്നത് നേരത്തെ തന്നെ ജിജിന് ഇത്തരത്തിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു, അവയവദാനം ചെയ്യാൻ അത്തരം സമ്മതമടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് തന്നെ ഈ വിവിധ ആശുപത്രികളിലായി ഈ ശസ്ത്രക്രിയ നടക്കുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. ഇതിൽ കുടുംബത്തിന്റെ അടക്കം പ്രതികരണം ലഭിക്കാനുമുണ്ട്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.